ചെമ്പല്ലിക്കോരയാ മീൻ വെട്ടാൻ പോവാ. വേണ്ട, രണ്ടെണ്ണം വന്ന് നിൽക്കുന്നു. മീനിൻ്റെ മണം കേൾക്കുമ്പം രണ്ടെണ്ണം തുടങ്ങും. പോ. ഞാൻ മീനെല്ലാം വെട്ടി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെയും പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം അരച്ച് കൊണ്ടുവരാം. അപ്പം അതിൻ്റെ കൂടെ ബാക്കി പൊടികളൂടെ ചേർക്കണം. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഏത് മീൻ വറുത്താലും ഈ മസാലക്കൂട്ട് ചേർത്താൽ മതി, അതാ നല്ലത്. നമുക്കിനി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കണ്ടോ ഒരു 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ കുരുമുളകും, പിന്നെ ഈ നമ്മൾ അരച്ച് വെച്ച കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഉണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ചതെല്ലാം കൂടെ നല്ലോണം അങ്ങ് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീരൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുകൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്കൊരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കാം. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഓരോ മീനിലായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മുടെ മീനെല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു അരമണിക്കൂർ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഞാനൊരു പാന് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നു. ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായി. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അല്പം മസാല ബാക്കിയുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പരട്ടി കൊടുക്കുകയാണ്. കുറച്ചുകൂടെ. എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കും. മസാല കളയണ്ടാന്ന് വെച്ചാൽ ബാക്കി മസാല ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനങ്ങ് അടച്ച് വെക്കാം. പിന്നെ നമ്മുടെ മസാല ഇട്ട മീൻ ഫ്രൈ റെഡിയായി. ഇതിൻ്റെ മേളിലോട്ട് സവാളയൊക്കെ ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. തക്കാളിപ്പഴവും ഇവിടെ ഒന്ന് ഫ്രൈ ആവണ്ട, ഒന്ന് ചൂടാകാൻ മതി. നല്ല ഒരു ടേസ്റ്റ് കിട്ടണം. ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ആ സവാളയും തക്കാളിപ്പഴവും ഒക്കെ ഒന്ന് വഴറ്റിയുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടെ ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്.